യുദ്ധത്തിന് തയ്യാറാണെന്നും അടിച്ചാൽ തിരിച്ചടിക്കുമെന്നുമൊക്കെ പറയുന്ന പാകിസ്ഥാനിലെ ശരിക്കുള്ള അവസ്ഥ എന്താണ്? അത്ര മെച്ചമല്ല അവിടെ കാര്യങ്ങളെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പട്ടാളത്തിന് മുൻപത്തെ അത്ര പിന്തുണ ഇപ്പോൾ ഇല്ലെന്നും വാർത്തകളുണ്ട്. അതിർത്തിയിലേക്ക് നീങ്ങുന്ന ടാങ്കുകൾ, ആകാശത്ത് പോർ വിമാനങ്ങൾ, എല്ലായിടത്തും കനത്ത ജാഗ്രതയാണ്. ആക്രമിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള ഏതു നാട്ടിലെയും പോലെ ആശങ്കയാണ് എല്ലാവർക്കും. ഇന്ത്യ ഉടൻ തിരിച്ചടിക്കുമെന്ന് ജനങ്ങളോട് പറയുന്നത് പാകിസ്ഥാനിലെ ഭരണ നേതൃത്വം തന്നെയാണ്. Pakistan has credible intelligence that India intends carrying out military action against Pakistan. Indian self-assumed hubristic role of judge, jury and executioner in the region is reckless and vehemently rejected. പറഞ്ഞ സമയത്ത് ഇന്ത്യ ആക്രമിച്ചില്ല. പക്ഷേ ഇന്ത്യ വരുമെന്ന് മുറവിളിക്ക് കുറവൊന്നുമില്ല. യുദ്ധഭയം ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള ഒരു ആയുധമാക്കുകയാണ് പാകിസ്ഥാൻ സർക്കാരും പട്ടാളവും. പട്ടാളത്തിന് വലിയ ജനപിന്തുണയുള്ള രാജ്യമാണ് പാകിസ്ഥാൻ, പലപ്പോഴും സർക്കാരിനേക്കാളും ജനപ്രതിനിധികളെക്കാളും അധികം. പക്ഷേ ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ലെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും. രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയാണ് ഒരു കാരണം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 30% വരെയാണ് നാണയപ്പെരുപ്പം കൂടിയത്. ഈയിടെയാണ് അതിന് കുറച്ച് ശമനം വന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ജനജീവിതം ദുസ്സഹമാക്കുന്നു. തൊഴിലില്ലായ്മയുടെ കാര്യവും അങ്ങനെ തന്നെ. ഇതിനു പുറമെയാണ് രാഷ്ട്രീയ പ്രതിസന്ധികൾ. കഴിഞ്ഞ ആഴ്ച സൈനിക നേതൃത്വത്തിന്റെ പ്രതിനിധികൾ ഇസ്ലാമാബാദിലെ ജയിലിലെത്തി. രഹസ്യ സന്ദർശനമായിരുന്നുവെങ്കിലും അധികം താമസിയാതെ വാർത്ത പുറത്തു വന്നു. ഒരു VIP കാണാനായിരുന്നു ഈ വരവ്. അതാരായിരുന്നുവെന്നോ? ഇമ്രാൻഖാൻ. 2 വർഷത്തോളമായി റാവൽപിണ്ടിയിലെ ജയിലിലാണ് ഇമ്രാൻഖാൻ. അഴിമതി കേസുകളിൽ 14 വർഷത്തെ തടവ്. കഴിഞ്ഞ വർഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഇമ്രാൻഖാന്റെ പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു. പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് എന്ന പാർട്ടിയുടെ ചിഹ്നം പോലും റദ്ദാക്കി നടന്ന തിരഞ്ഞെടുപ്പായിരുന്നു അത്. വ്യാപകമായ ക്രമക്കേടുകളും നടന്നു. എന്നിട്ടും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് PTIയുടെ സ്ഥാനാർത്ഥികളായിരുന്നു. പക്ഷേ മറ്റ് പ്രധാന പാർട്ടികൾ ചേർന്ന് സഖ്യ സർക്കാരുണ്ടാക്കി. യുദ്ധം ആസന്നമായിരിക്കെ ഇമ്രാൻഖാന്റെ പിന്തുണ കൂടി വേണം സർക്കാരിനും പട്ടാളത്തിനും. ഇപ്പോൾ സൈനിക തലവനായിരിക്കുന്ന അസിം മുനീറിനെ ISA തലപ്പത്ത് നിന്ന് വെട്ടിമാറ്റിയിട്ടുണ്ട് പണ്ട് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇമ്രാൻഖാൻ. അന്നു മുതലുള്ള പകയുണ്ട് ഇരുവർക്കുമിടയിൽ. അത് മറക്കാൻ ഇപ്പോൾ ജനറൽ ആസിം മുനീർ തയ്യാറാണ്. പക്ഷേ റാവൽപിണ്ടിയിലെ തടവറയിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടെന്നാണ് വിവരം. എന്നുവെച്ചാൽ പാകിസ്ഥാനിലെ ഏറ്റവും ജനസമ്മതിയുള്ള പാർട്ടിയുടെ അകമഴിഞ്ഞ പിന്തുണയൊന്നും ഇത്തവണ സൈന്യത്തിന് കിട്ടില്ല. നേരത്തെ അത്ര മെച്ചമല്ലാത്ത പാകിസ്ഥാനിലെ സാമ്പത്തിക സ്ഥിതി യുദ്ധഭീതിയിൽ കൂടുതൽ മോശമാവുകയാണ്. പലതവണ IMFൽ നിന്ന് കടം വാങ്ങിയ പാകിസ്ഥാൻ ഇപ്പോൾ സഹായത്തിന് ചൈനയുടെ കാൽക്കൽ വീണിരിക്കുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് $7 ബില്യൺ കടം IMFൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങിയത്. IMFൽ നിന്നെടുക്കുന്ന 24ാമത്തെ വായ്പ. അതിനുശേഷം സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചപ്പെട്ടു. ഇപ്പോൾ ചൈനയുമായി ഒരു നാണയ കൈമാറ്റത്തിന് ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ. നാണയ കൈമാറ്റമെന്നാൽ പാകിസ്ഥാൻ രൂപയ്ക്ക് തുല്യമായ നാണയം ചൈന നൽകണം. അങ്ങനെ ചൈനീസ് നാണയമായ യുവാന്റെ ഉയർന്ന മൂല്യം ഉപയോഗിച്ച് സാമ്പത്തിക ബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാം. 1000 കോടി യുവാനാണ് പാകിസ്ഥാൻ ചോദിച്ചിരിക്കുന്നത്. നാണയ കൈമാറ്റത്തിലൂടെ ഇതിനോടകം 3000 കോടി യുവാൻ ചൈന നൽകിക്കഴിഞ്ഞു. അതിനു പുറമെയാണ് 1000 കോടി കൂടി ചോദിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് മോശമാണ് പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി. ഇന്ത്യയുമായി ഒരു യുദ്ധം കൂടി താങ്ങാനുള്ള ശേഷിയൊന്നും ഇപ്പോൾ പാകിസ്ഥാനില്ലെന്ന് ചുരുക്കം. പാകിസ്ഥാൻ വ്യോമപാത വിലക്കിയതോടെ അടുത്ത ഒരു വർഷം $60 കോടി അധിക ചെലവ് ഉണ്ടാകുമെന്നാണ് എയർ ഇന്ത്യയുടെ കണക്ക്. സർക്കാരിനോട് വിമാന കമ്പനി സഹായം ചോദിച്ചിരിക്കുകയാണ് എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയിലെ സ്ഥിതി ഇതാണെങ്കിൽ പാകിസ്ഥാന്റെ അവസ്ഥ ഊഹിക്കാവുന്നതേ ഉള്ളൂ.